എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഭാഗവത മഹാപുരാണത്തിലെ ഒരു കഥ കേട്ടാലോ? ത്രിപുര ദഹനം എന്ന കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരിക്കൽ ദേവന്മാർ അസുരന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയുണ്ടായി. തുടർന്ന് മയൻ എന്ന അസുരൻ ഈ അസുരന്മാർക്ക് സ്വർണം, വെള്ളി, ഇരുമ്പ് എന്നിവ കൊണ്ട് ഒരു പട്ടണം പണിതു കൊടുത്തു. ഈ പട്ടണം വായുവിൽ കൂടി പോകുന്നതും വരുന്നതും ഒന്നും ആർക്കും കാണാൻ സാധിക്കില്ല. മായ കൊണ്ട് നിർമ്മിച്ച ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ എന്താണെന്നോ ഇവിടെ ആരൊക്കെ താമസിക്കുന്നു എന്നോ ആർക്കും അറിയാൻ സാധിക്കില്ല. അങ്ങനെയിരിക്കെ അസുരന്മാർ ഇവിടെ താമസിച്ച് ദിക്പാലന്മാരെ ജയിച്ച് 3 ലോകവും കീഴടക്കാൻ തുടങ്ങി. ദേവേന്ദ്രൻ മുതലായ ദേവന്മാർ ഇതറിഞ്ഞ് വളരെ ഏറെ വേദനയായി. അവർ എന്തു ചെയ്തു? ശ്രീരുദ്രനെ അഭയം പ്രാപിക്കുകയാണ്. അദ്ദേഹം ത്രിപുരങ്ങൾക്ക് നേരെ അമ്പുകൾ എയ്യാണ്. അങ്ങനെ അസുരന്മാരെല്ലാം മരിച്ചു വീണു. അസുരന്മാർ മരിച്ചു വീണപ്പോൾ ദേവന്മാർക്ക് വളരെയേറെ സന്തോഷമായി. പക്ഷേ മയൻ എന്ന അസുരൻ എന്ത് ചെയ്തു? ഈ അസുരന്മാരുടെ എല്ലാം മൃതദേഹം വലിയൊരു കിണറ്റിൽ കൊണ്ടിടുകയാണ്. അതിൽ അമൃതരസം നിറഞ്ഞു നിൽക്കുന്ന കിണറാണ്. ആ കിണറ്റിൽ കൊണ്ടിടുന്നത് വഴി എന്ത് സംഭവിച്ചു? അസുരന്മാർക്കെല്ലാം ജീവൻ തിരിച്ചു കിട്ടി. ജീവൻ തിരിച്ചു കിട്ടിയ അസുരന്മാർ വീണ്ടും യുദ്ധത്തിനിറങ്ങുകയാണ്. ഇത് കണ്ട് ശിവന് വളരെയേറെ മനോവേദന അനുഭവപ്പെട്ടു. ഭഗവാൻ വിഷ്ണു ഒരു പശുവിൻ്റെ രൂപമെടുത്തു. ബ്രഹ്മാവ് ഒരു പശുക്കുട്ടിയുടെ രൂപവും സ്വീകരിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് ഈ പുരത്തിലേക്ക് വരികയാണ്. ഈ അമൃതരസം മുഴുവൻ ഒരു ഉച്ച സമയത്താണ് ഇവർ വരുന്നത്. അവിടെ അസുരന്മാർ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വിഷ്ണുവിൻ്റെ മായയാൽ ഇവർക്ക് പശുവിനെയും പശുക്കുട്ടിയെയും തടയാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവും ബ്രഹ്മാവും വേഷം മാറി വന്നിരിക്കുകയാണല്ലോ പശുവിൻ്റെയും പശുക്കുട്ടിയുടെയും രൂപത്തിൽ. ഇവർ ആ കിണറ്റിലുള്ള അമൃതരസം മുഴുവൻ കുടിച്ചു വറ്റിച്ചു. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും സംഭവിച്ചാലും യുദ്ധത്തിൽ ഇവർ മരിച്ചു വീണാലും ഇവർക്ക് തിരിച്ച് ജീവൻ കിട്ടില്ലല്ലോ. അങ്ങനെ ഇത് മുഴുവൻ ഇവർ കുടിച്ചു വറ്റിച്ചു. ഇതറിഞ്ഞ മയൻ എന്തു ചെയ്തു? ഇതെല്ലാം ഈശ്വരേച്ഛയാണ്, ആർക്കും തന്നെ ഇത് തടയാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയാണ്. പിന്നീട് ഭഗവാൻ വിഷ്ണു ശ്രീരുദ്രന് ഒരു തേരും അതുപോലെ കുതിരകളെയും അമ്പ്, വില്ല്, സാരഥി ഇതെല്ലാം ശ്രീരുദ്രന് കൊടുക്കുകയാണ്. അങ്ങനെ ഭഗവാൻ ശ്രീരുദ്രൻ ഈ തേരിൽ കയറി അമ്പുകളെടുത്തു, കവചം ധരിച്ച് അമ്പുകളെടുത്ത് ഈ ത്രിപുരങ്ങൾക്ക് നേരെ എയ്യുകയാണ്. അങ്ങനെ ത്രിപുരങ്ങൾ 3 ദഹിച്ചു പോവുകയാണ്. അതോടുകൂടി അസുരന്മാരും ഇല്ലാതാവുകയാണ്. അങ്ങനെ ദേവന്മാരെല്ലാം വളരെയേറെ സന്തോഷവാന്മാരായി. ഇവിടെ ഇവർക്ക് മയൻ നിർമ്മിച്ചു കൊടുത്ത ത്രിപുരങ്ങളിൽ സമാധാനമായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. വീണ്ടും ദിക്പാലന്മാരെയെല്ലാം കീഴടക്കിക്കൊണ്ട് അല്ലെങ്കിൽ ദേവന്മാരെ കീഴടക്കിക്കൊണ്ട് 3 ലോകങ്ങളെയും നശിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ അവരുടെ ആ ഒരു വാസനാദോഷം ഉണ്ടല്ലോ, അതാണ് അവർ അവരുടെ കർമ്മങ്ങളിൽ പ്രകടിപ്പിച്ചത്. അതുപോലെ നമ്മളും നമുക്ക് കിട്ടിയിട്ടുള്ള മനുഷ്യജന്മം എന്ന ഈ ഒരു അമൃത് ഭുജിച്ചുകൊണ്ട് ഈശ്വരനാമം ജപിച്ചുകൊണ്ട് സച്ചിന്തയിലും സദ്ബുദ്ധിയിലും ജീവിക്കുകയാണെങ്കിൽ നമുക്കും പ്രയാസങ്ങളൊന്നും അധികം ഭഗവാൻ തരില്ല. പക്ഷേ ഇവിടെ അസുരന്മാരെ പോലെ നമ്മുടെ വാസന ദോഷം കൊണ്ട് നമ്മളും പലതും ചെയ്യുകയാണ്. ഈ ത്രിപുരങ്ങളെ ദഹിപ്പിച്ചതുപോലെ നമ്മളെ ദഹിപ്പിക്കാനും അല്ലെങ്കിൽ ഇത്തരം വാസനാദോഷങ്ങളെ ദഹിപ്പിക്കാൻ ഭഗവാൻ അവതരിക്കും ഏതെങ്കിലും ഒരു രൂപത്തിൽ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയും വാക്കും കർമ്മവും എല്ലാം പരിശുദ്ധമായിരിക്കാനായിട്ട് നമ്മളും ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ഒരു സച്ചിന്തയോട് കൂടിയിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം ഭഗവാൻ നൽകട്ടെ. ത്രിപുര ദഹനം എന്ന കഥ ഇഷ്ടപ്പെട്ടോ? കമൻ്റായിട്ട് അറിയിക്കൂ കേട്ടോ. താങ്ക് യു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.